ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് പല സമയത്ത് നമ്മൾ എഞ്ചിനീയറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിലെ കുറെ ലാംഗ്വേജസ് നമ്മൾ ഒന്നിച്ച് പഠിക്കും അല്ലേ. സി പഠിക്കും, C++ പഠിക്കും, ജാവ പഠിക്കും. പക്ഷെ ഓരോന്നും ഓരോ സെമസ്റ്ററിലായിട്ട് വേണം പഠിക്കുന്നതേ ഉള്ളൂ. ഓരോ ലാംഗ്വേജ് ഓരോ സെമസ്റ്ററിലായിട്ടാണ് പഠിക്കുന്നത്. അപ്പോഴേ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ സിയിൽ ഇങ്ങനെയാണോ, C++ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്തും നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ലോജിക് എന്ന് പറയുന്നത് എല്ലാത്തിലും സെയിം ആണ് അല്ലെ. നമ്മൾ ലോജിക് എന്ന് പറയുന്നത് സെയിം ആണ്. ആ സെയിം ലോജിക് വെച്ചിട്ട് നമുക്ക് മോർ ദാൻ വൺ ലാംഗ്വേജിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പ്രോഗ്രാമാണ്, വലിയ പ്രോഗ്രാം എന്നല്ല ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ പ്രോഗ്രാംസ് നമുക്ക് വീണ്ടും പിന്നീട് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞ ഒരു കുഞ്ഞു പ്രോഗ്രാമാണ്. ആ കുഞ്ഞു പ്രോഗ്രാം എടുത്തിട്ട് അത് നമുക്ക് സിയിലോ അല്ലെങ്കിൽ C++ലോ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജാവയിൽ എങ്ങനെ ചെയ്യാം, പിന്നെ പൈത്തണിൽ എങ്ങനെ ചെയ്യാം, .NET എങ്ങനെ ചെയ്യാം. .NET ഞാനിപ്പോ C# ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു ചെറിയൊരു പ്രോഗ്രാം, ഒരു 3 നമ്പർ എടുത്തിട്ട് അതിലെ ഹയസ്റ്റ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സിമ്പിൾ ആണ്, ലോജിക്ക് സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ലാംഗ്വേജിലും വരുമ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് അല്ലെ, അതിലെ സിന്റാക്സിൽ വരുന്ന ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. കാരണം പിന്നെ സിയില്, C++ല്, ജാവയില് ഏകദേശം സിമിലർ ആണ്. അതുപോലെ C# ഏകദേശം സിമിലർ ആണ് അല്ലെ. കുറച്ച് വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. കമാൻഡ്സിലൊക്കെ വരുന്ന ചെറിയ വ്യത്യാസം. പിന്നെ വരുന്ന പൈത്തണിലുണ്ട്. പൈത്തനും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ 1-2 ഇതിനകത്ത് പറഞ്ഞിരുന്നല്ലേ, 1-2 വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ലോജിക്ക് മനസ്സിലാക്കി എങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ചെയ്യുന്നുണ്ട്. ഓക്കെ, പഠിക്കുന്നവരായാലും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്നവരായാലും എന്തെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിന് വേണ്ടി ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കോഴ്സ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകാൻ സാധിക്കും. ഇവിടെ ടെക്നോ പാർക്കിൽ തന്നെ കുറെ സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതായത് ടെക്നോ പാർക്കിലെ സ്റ്റാഫ്, അതായത് ഇപ്പൊ ജോയിൻ ചെയ്താൽ ഉടനെ അവർക്കൊരു ട്രെയിനിങ് സെഷൻ ഒക്കെ വരുന്നുണ്ട്. ആ ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നോർമലി ഒരു ഡിഗ്രി കഴിഞ്ഞതോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ IT-യും കമ്പ്യൂട്ടർ സയൻസും അല്ലാത്ത സ്റ്റുഡൻസ്, അപ്പൊ അവര് ഒരു ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് അവർക്ക് ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് കാര്യം എന്നൊക്കെ പറയുമ്പോൾ അതിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മെക്കാനിക്കൽ, സിവിൽ എന്ന് പറയുമ്പോൾ അതിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു കമ്പ്യൂട്ടർ പേപ്പർ പാസ്സായി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ അത് ചെയ്തു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ടെക്നോ പാർക്കിലൊക്കെ ജോലി കിട്ടിയിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ക്ലാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ട്, വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വെറുതെ നിന്നിട്ട് ഇനി റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്കോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിച്ചു പോകണം എന്നുള്ളവർക്കോ ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ പൂജപ്പുര പുന്നയ്ക്കാമുകളാണ്. അപ്പൊ വന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല ഓൺലൈൻ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനിത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിതിൽ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ, ഞാനിവിടെ മറ്റേ ഓൺലൈൻ എഡിറ്ററാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഇപ്പം പലതിലും പഠിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യണമെന്നില്ല അല്ലെ. അപ്പൊ ഓൺലൈൻ എഡിറ്റർ എടുത്തിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അല്ലാതെ C++ന്റെ ടർബോ C++ ഉണ്ട്, അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ C++ന്റെ ഒക്കെ കമ്പൈലർ ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ ഏതിൽ വേണം ചെയ്യാം. അതിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അത് നമ്മൾ ആ ഒരു ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കേട്ടോ, #include IO stream പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ STD ഡബിൾ കോളൻ കൊടുത്തിട്ടുണ്ട്. ആ ഡബിൾ കോളനെ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ്. അതായത് ക്ലാസ്സിനകത്തുള്ള ഒരു മെമ്പർ ഫംഗ്ഷനെ നമുക്ക് ഔട്ട്സൈഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്, ഞാനതൊന്ന് കമന്റ് ഇടാണ്. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം നമ്മൾ പറഞ്ഞു 3 നമ്പർ അല്ലെ. 3 നമ്പർ ഒന്നുകിൽ അത് റീഡ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അസൈൻ ചെയ്ത് ചെയ്യാം. ഞാനിപ്പോ അതിന്റെ ലോജിക്കോ കാര്യങ്ങളിലോ ഒന്നും അല്ല ഞാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അല്ലെ, മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വരുന്ന ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ ലോജിക്കുള്ള പ്രോഗ്രാം അങ്ങനെയൊന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യുവാണ്. ഇന്റ് A = 10 കൊടുത്തു. ഓക്കെ, എന്നിട്ട് കോമ ഇട്ടു, കോമ
ബി ഈക്വൽ ടു 20, സി ഈക്വൽ ടു 15 കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വാല്യൂ ഒക്കെ ഇനിഷ്യലൈസ് ചെയ്തു. നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പം ഇഫ് എൽസ് ഇഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇഫ് ആൻഡ് എൽസ് ഇഫ് വെച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൊടുക്കും? ഇവിടെ ഇഫിനകത്ത് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതാണെങ്കിൽ എന്താണ് എന്നുള്ളത് ഇഫിനകത്ത് എഴുതുക. എൽസിഫിൽ പറയുന്നത് എന്താണ്? ബി ഗ്രേറ്റർ ദാൻ, കാരണം ആദ്യം എയും ബിയും ആയിട്ട് കമ്പയർ ചെയ്തു, അതുപോലെ എയും സിയും ആയിട്ട് കമ്പയർ ചെയ്തു. ട്രൂ ആണെങ്കിൽ ഇഫിൽ പറയണം. അതുപോലെ അത് ഫോൾസ് ആണെങ്കിൽ ഇവിടെ വരും, എൽസിഫിൽ വരും. എൽസിഫിൽ വന്നിട്ട് ബിയും സിയും ആയിട്ട് കമ്പയർ ചെയ്യും. അവിടെ ഗ്രേറ്റർ ഏതാണ്? ബി ആണ് ഗ്രേറ്റർ എങ്കിൽ ബി അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇത് രണ്ടുമല്ല എങ്കിൽ ഏതാണ്? സി ആണ് ഗ്രേറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് എന്താണ്? ഇതിവിടെ STD സി ഔട്ട് എ പ്രിന്റ് ചെയ്തു. എഗെയിൻ ഓപ്പറേറ്റർ കൊടുക്കണം. അതിനുശേഷം എന്താണ് ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് എന്താ മെസ്സേജ് എന്നുള്ള അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ വീണ്ടും എന്ത് പറഞ്ഞു? ഇവിടെ എൽസിഫില് എന്ത് പറഞ്ഞു? ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. ബി ഗ്രേറ്റർ ദാൻ സി ആകുന്ന സമയത്ത് വീണ്ടും എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണ് സി ഔട്ട് ഏതാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ബി പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിനുശേഷം എൽസിൽ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് ഏതാണ് പ്രിന്റ് ചെയ്യേണ്ടത് അത് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സി പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കുഞ്ഞു ലോജിക്കാ. വലിയ ഇതൊക്കെ വലിയ സംഭവം ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആലോചിച്ചൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ ലോജിക്കാണ്. എയും ബിയും കമ്പയർ ചെയ്തു, എയും സിയും കമ്പയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ആണ് ഗ്രേറ്റർ. അതുപോലെ സിയുമായിട്ട് കമ്പയർ ചെയ്യുക, ഏതാണ് ഗ്രേറ്റർ അത് ഗ്രേറ്റർ. അപ്പൊ ബി ആണെങ്കിൽ അതെല്ലാം ഓക്കെ അല്ലേ. നമുക്കിപ്പോ ഇത് റൺ ചെയ്യാം. കണ്ടോ, ഇപ്പൊ 20 എന്ന് പറയുന്നത് ഏതാണ്? പിന്നെ ബി ആണ്. അപ്പൊ ബി പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇപ്പം ഞാനിപ്പോ ഇവിടെ സിക്ക് 150 ആണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? സി ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടോ, 150 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ സിയിൽ ചെയ്തത്. ഓക്കെ അല്ലേ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ജാവയുടെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ഡോട്ട് ജാവ എന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS, പിന്നെന്താ പറഞ്ഞ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഇതിനകത്ത് ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല അല്ലെ. അപ്പൊ ഞാൻ ഇതിനെയാണ് ഡിലീറ്റ് ചെയ്യാണ്. ഒരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും നമ്മുടെ ലോജിക് ഇടാം അല്ലെ. വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യാം. എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20, സി ഈക്വൽ ടു 15 എന്ന് കൊടുത്തു. ഓക്കെ, സെയിം വാല്യൂ തന്നെ ഞാൻ ഇവിടെയും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെയും ഡിഫറൻസ് ഇല്ല, സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇഫ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ലാംഗ്വേജസ് വരുമ്പം സിമിലർ ആയിരിക്കും, പക്ഷെ ചിലത് വരുമ്പം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കി. ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി അല്ലെ. ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ത് പറയണം? ഇവിടെ എ ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. പ്ലസ് ഇട്ടു ഈസ് ഗ്രേറ്റർ. ഓക്കെ, സെമിക്കോളൻ കൊടുക്കാൻ മറന്നു വരുത്. മനസ്സിലായല്ലോ? ഇത് കുറച്ചകത്തോട്ട് ഇന്റന്റ് ചെയ്തിടാം. എന്നിട്ട് എൽസ് ഇഫ് അല്ലെ. സെയിം തന്നെയാ. ആ പ്രിന്റിങ്ങിൽ സ്റ്റേറ്റ്മെന്റ് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഓക്കെ, ബി അഗൈൻ പ്ലസ് ഇടാം. ഇവിടെ കോൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ് പ്ലസ് ഇടുന്നത്. നമുക്കിപ്പോ ഒരെണ്ണം ഇൻഡിജറും ഒരെണ്ണം സ്ട്രിങ്ങും ആണെങ്കിൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കോൺകാറ്റ് ചെയ്യുക. അതിനാണ് ഇവിടെ പ്ലസ് സിമ്പൽ ഇടുന്നത്. ഓക്കെ, ഈസ് ഗ്രേറ്റർ. നമ്മൾ പണ്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ ജാവയുടെ ഒരു സിമ്പിൾ ആയിട്ട് ഈ എന്താണ് നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കുന്നതൊക്കെ എന്തിനാണ്, അതിനകത്ത് ഒരു സ്ട്രിംഗ് ARGS കൊടുക്കുന്നത് എന്തിനാണ്, അതൊക്കെ പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്താണ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഒരു സംഭവം നമ്മൾ ഇട്ടിരുന്നു. ആരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കാം? എൽസ് എന്ത് പറയാം? ഇവിടെ വീണ്ടും പ്രിന്റ് ചെയ്യണം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്താണ്? സി ഈസ് ഗ്രേറ്റർ.
ഓക്കെ, കഴിയുന്ന നമ്മളിങ്ങനെയുള്ള റിപ്പീറ്റ് വരുന്ന സ്റ്റെപ്സുകൾ പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഒരു പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുക. കാരണം ഈ ജാവയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇടയ്ക്കിടയ്ക്ക് സ്മോൾ ലെറ്റർ അങ്ങനെ മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റർ എവിടെയൊക്കെയാണ് സ്മോൾ ലെറ്റർ എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ടൈപ്പ് ചെയ്യാം അല്ലെ. നമ്മൾ കൂടുതൽ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് കമ്പ്യൂട്ടറിന്റെ ആ മെമ്മറിയിൽ നിൽക്കാറുമില്ല. നമ്മൾ എന്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നോ അത് നിൽക്കുന്നതേ ഉള്ളൂ ആ സമയത്തേക്ക് അല്ലെ. ആ ഒരു റാമിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന സ്റ്റെപ്സുകൾ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് തന്നെ പോവുക. അങ്ങനെ വരുമ്പോൾ അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളുടെ സമയത്തൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് മൈൻഡിൽ നിൽക്കും. മനസ്സിലായി? ഇപ്പൊ സിസ്റ്റത്തിന്റെ എസ് ക്യാപിറ്റലാണ്, അതേസമയം ഔട്ടിന്റെ ഓ സ്മോൾ ലെറ്റർ ആണ്, പിയുടെ പി സ്മോൾ ലെറ്റർ ആണ്. ഇതെല്ലാം നമ്മൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, കമന്റിൽ പിൻ ചെയ്തേക്കാം. അപ്പം അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കയറി കാണുക, കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇത് ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെയും എന്താ വന്നേ, 20 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് വന്നു അല്ലെ. ഇവിടെ ഞാനിപ്പോ ഇതാ ഇവിടെ 150 കൊടുക്കുകയാണ്. 150 കൊടുത്തിട്ട് ഒന്നും കൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി വരണം. കണ്ടോ, 150 ഈസ് ഗ്രേറ്റർ അല്ലെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്ക് വലിയ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. ഓക്കെ അല്ലേ. അപ്പൊ ഇനി അടുത്ത നമുക്ക് എന്തിൽ ചെയ്യാം, പൈത്തണിൽ ചെയ്യാം. സെയിം തന്നെ പൈത്തൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് അത് സെയിം തന്നെ നമുക്ക് C# ചെയ്യാം. ഓക്കെ, C# ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇപ്പൊ നമ്മള് സി ചെയ്തു, ജാവ ചെയ്തു അല്ലെ, സോറി C++ ചെയ്തു, ജാവ ചെയ്തു. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് C#.net ആണ്. C#.netല് നമുക്ക് വിൻഡോ ആപ്ലിക്കേഷൻ ആയിട്ടും ചെയ്യാം, കൺസോൾ ആപ്ലിക്കേഷൻ ആയിട്ടും ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ കൺസോൾ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ കൺസോൾ ആപ്ലിക്കേഷൻ നമ്മൾക്ക് എപ്പോഴും പിന്നെ രണ്ട് യൂസ് ചെയ്തും ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പിന്നെ പ്രോഗ്രാമിംഗ് കൂടുതൽ പഠിക്കാൻ നല്ലത് എപ്പോഴും കൺസോൾ ആപ്ലിക്കേഷൻ ആണ്. അതായത് അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കൺസോൾ ആപ്ലിക്കേഷൻ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മളിവിടെ കൺസോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജാവയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, C#.net ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ജാവയേക്കാൾ ഇഷ്ടം .net ആണ്. എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ രണ്ടും നല്ലതാ. ജാവയും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ പിന്നെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ C#.net ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഞാനിവിടെ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, വാല്യൂ അസൈൻ ചെയ്യണം. അപ്പൊ ഞാനിവിടെ കൊടുക്കുവാണ് ഇന്റ് A, B, C. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇനിഷ്യലൈസേഷൻ കൂടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കൊടുക്കുകയാണ് A = 10, B = 20, C = 50. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. നോക്കിക്കോണം, സിമിലാരിറ്റി നോക്കിക്കോണം. നമ്മൾ C++ലും ജാവയിലും ചെയ്യുന്ന സിമിലർ ആണ് ഇതിലെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസ് ഒന്നും ഇതുവരെ വന്നില്ല. ഓക്കെ, സെമിക്കോളിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇവിടെ കണ്ടീഷൻ ഇടാണ്, ഇഫ് A > B ആൻഡ് A > C. ഓക്കെ, കണ്ടീഷൻ ഓക്കെ ആണെന്ന് നോക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ പ്രിന്റ് ചെയ്യണം അല്ലെ. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോൾ .റൈറ്റ് ലൈൻ, അതാണ് ഇതിലെ പ്രിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതാണ് റൈറ്റ് ലൈൻ. ഇതിനകത്ത് എന്ത് പറയാം, നമുക്ക് A ഈസ് ഗ്രേറ്റർ എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്ത് പറയാം, ഓക്കെ, ഇവിടെ കോൺകാറ്റനേഷൻ ആണ്. ജാവയിൽ ചെയ്യുന്ന പോലെ ചെയ്യുന്ന A+ എന്താണ് ഡബിൾ കോട്ട്സിനകത്ത് എന്താണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം, അടുത്ത കണ്ടീഷൻ എൽസ് ഇഫ് ബ്രാക്കറ്റിനകത്ത് B > C ആണോ എന്ന് നോക്കാം. കണ്ടീഷൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ, കൺസോൾ .റൈറ്റ് ലൈൻ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കൺസോൾ .റൈറ്റ് ലൈൻ എന്നുള്ളത് ഇങ്ങനെ ഡിം ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആയി വരും. ഓക്കെ, വീണ്ടും ടൈപ്പ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതാണ് എപ്പോഴും ബെറ്റർ. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവർ അത് വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റ് ആണ്. പക്ഷെ പഠിക്കുന്ന സമയത്ത് അത് ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, വീണ്ടും B + ഡബിൾ കോട്ട്സിനകത്ത് ഈസ് എന്താണ് ഗ്രേറ്റർ. ഓക്കെ, ഇവിടെ സെമിക്കോളൻ കൊടുക്കാം. ഏറ്റവും ലാസ്റ്റിൽ എന്താണ് പറയേണ്ടത്, എൽസ് ആണ് പറയേണ്ടത്.
എൽസ് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ സി പ്ലസ് എന്ന് വന്നു കണ്ടോ, ഞാൻ ടാബ് കൊടുത്തവിടെ കോഡ്സിനകത്ത് ഈസ് ഗ്രേറ്റർ. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് സെമിക്കോളൻ കൊടുക്കാൻ മറന്നു വരുന്നത് എറർ വരി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഈ ഒരു ബ്ലാക്ക് സ്ക്രീനിലായിരിക്കും അതിൻ്റെ പ്രിന്റ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പിന്നെ ഒരു ഇതെന്ന് പറയുന്ന ഒരു ഡോസ് പ്രോംപ്റ്റിന്റെ ഒരു വിൻഡോയാണ്. നമ്മൾ പണ്ട് സിയുടെ ടർബോ സി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലേ, ആ സമയത്ത് ജാവ തന്നെ നമ്മൾ പ്രോംപ്റ്റിൽ നിന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീനിലായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴും അതുപോലെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ 20 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ റൺ ചെയ്യാം. ഞാനിവിടെ 150 എന്ന് കൊടുത്തു, ഞാൻ വാല്യൂ മാറ്റി കൊടുത്തു, സിയുടെ വാല്യൂ വീണ്ടും ഇവിടെ കൊടുക്കുകയാണ്. കണ്ടോ, 150 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, പിന്നെ കൺസോൾ ആപ്ലിക്കേഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? അപ്പൊ ഇത് തന്നെ സെയിം തന്നെ നമുക്ക് ഫോം വിൻഡോയിൽ ചെയ്യാം. അപ്പൊ ഞാനിത് ഇത്രയും പോർഷനെ ഞാൻ കോപ്പി ചെയ്ത് മാറ്റി വയ്ക്കുവാണ്. കാരണം നമുക്കിനി അത് വീണ്ടും അവിടെ പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ ന്യൂ പ്രോജക്റ്റ് എടുക്കാം. ഫോം വിൻഡോ വന്നു. ഫോം വിൻഡോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ പ്ലേസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ കൺട്രോൾ എടുക്കാൻ വേണ്ടി ഇവിടെ ടൂൾ ബോക്സ് എടുക്കാം. ടൂൾ ബോക്സിനകത്ത് നിന്ന് നമുക്ക് ഏതൊക്കെ കൺട്രോൾസ് ആണ് വേണ്ടി ആ കൺട്രോൾസ് അവിടെ പ്ലേസ് ചെയ്യാം. ഞാനിവിടെ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോൾ പ്ലേസ് ചെയ്തു. അത് കൂടാതെ ഇനി നമുക്ക് ഒരു പ്രിന്റ് വേണം അല്ലേ. പ്രിന്റിന് വേണ്ടിയിട്ട് നമുക്ക് ലേബൽ വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് പറയാം. ഞാനിപ്പോൾ ഇവിടെ ലേബൽ കൊടുക്കുകയാണ്. രണ്ടു തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബൽ എന്ന് പറഞ്ഞാൽ എഡിറ്റബിൾ അല്ല. ഇപ്പൊ ജസ്റ്റ് ഒരു പ്രിന്റിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബൽ കൊടുത്താൽ മതി. അതല്ല, എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ വാല്യൂ റീഡ് ചെയ്യോ, അതിൽ നിന്ന് റീഡ് ചെയ്ത വാല്യൂ ആക്സസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കണം, ടെക്സ്റ്റ് ബോക്സ് പറയണം. ഓക്കെ, രണ്ടിന്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇവിടെ ബട്ടണിൽ നെയിമൊന്നും ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, ഇവിടെ ബട്ടണിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ ഞാൻ എന്ത് കൊടുക്കുവാണ്, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ആ സമയത്ത് എന്താണ് ഇവിടെ ബട്ടണിൽ കാണിക്കുന്നത്, ക്ലിക്ക് ഹിയർ എന്നായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അതുപോലെ ഇവിടെ ലേബലിന്റെയും ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അവിടെ ലേബൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അവിടെ അപ്പം ജസ്റ്റ് വെറുതെ ലേബൽ 1 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഞാനത് ആ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ മാറ്റി. ഓക്കെ, ഇനി ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ബട്ടണിൽ ഇപ്പം കോഡ് വിൻഡോയിലിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, പ്രൈവറ്റ് വോയിഡ് ബട്ടൺ 1_ ക്ലിക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. ഞാനിത് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ A=10, B=20, C=എന്ത് കൊടുക്കാം, 15 എന്നോ 150 എന്നോ എന്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അവിടെ ആദ്യം നമ്മൾ കൊടുത്ത രീതിക്ക് 15 തന്നെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്ന ചേഞ്ച് എന്താണെന്നറിയാമോ, ഈ സംഭവങ്ങൾ മാറ്റണം. ഓക്കെ, ഇവിടെ പ്രിന്റിംഗിൽ നമ്മൾ കൺസോൾ ഡോട്ട് പിന്നെ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ലേബൽ 1 ഡോട്ട് അതിന്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് അസൈൻ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് = എന്ത് പറയാം, A പ്ലസ് ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഗ്രേറ്റർ അത് കഴിഞ്ഞിട്ടുള്ള ആ ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ വേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് കോപ്പി ചെയ്തു. അല്ലെ നമ്മൾ ഓരോ പ്രാവശ്യവും ഞാനിപ്പോൾ ഇത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, രണ്ടിടത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇത് മാറ്റി ഇവിടെ B ആക്കി, അടുത്തത് താഴെ എന്താക്കി, C ആക്കി. ഓക്കെ, ബിയും സിയും ആക്കി മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫോം റൺ ചെയ്യാം. കണ്ടോ, ഇവിടെ വിൻഡോ ഫോം ഓപ്പൺ ആയി. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, 20 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് വന്നു. നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമുക്കൊരു ചേഞ്ച് കൊടുക്കാം. ഇവിടെ 150 കൊടുക്കാം. ഞാൻ എല്ലാത്തിലും ഒന്നുപോലെ കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്, അതല്ലാതെ അങ്ങനെ തന്നെ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, 150 എന്ന് കൊടുത്തു. വീണ്ടും റൺ ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുവാണ്. എന്താണ്, 150 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ ജാവയിൽ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്ന. കണ്ടീഷൻസും അങ്ങനെയുള്ള ലോജിക്കൽ കാര്യങ്ങൾ അല്ലാതെ ഇതിൻ്റെതായ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ അത് ഞാൻ പറയുന്നില്ല. അതിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും, system.out.println പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഇവിടെ ആണെങ്കിലോ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ, കൺസോൾ ആപ്ലിക്കേഷനിൽ
വിൻഡോസ് ആപ്ലിക്കേഷനിലാണെങ്കിൽ ഇവിടെ എന്താ പറയണ്ടേ, ടെക്സ്റ്റ് അല്ലെങ്കിൽ ലേബൽ പ്രോപ്പർട്ടിയുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് നമ്മൾ അസൈൻ ചെയ്യും. അവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ പക്ഷേ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഗെറ്റ് ടെക്സ്റ്റ്, സെറ്റ് ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? ആ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഏതിൽ? ജാവയിൽ. ഓക്കെ, അത് കുറച്ച് വ്യത്യാസം നമ്മൾ ഈ വിൻഡോ ബേസ്ഡ് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കൊച്ചു കൊച്ചു ഡിഫറൻസ് വരുന്നുണ്ട്. ബാക്കി അല്ലാതെ നമ്മൾ ഈ ലോജിക്കലി യൂസ് ചെയ്യുന്ന ഇഫ്, എൽസ്, ഫോർ, വൈൽ, ഡു വൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല അവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് .NET-ലുള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ ലോജിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ് ആണ്, റെക്കോർഡഡ് ക്ലാസ് അല്ല. അപ്പോൾ നമുക്കൊരു ടൈം, കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് ക്ലാസ് ചെയ്യാം. എനിക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ലൈവ് ക്ലാസ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് അപ്പോഴും തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി വെച്ച് പിന്നീട് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്ത് അല്ലേ, അത് കിട്ടണം നമുക്ക്, അവരെ രണ്ടുപേർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം പിന്നീട് കിട്ടണം, അങ്ങനെയൊക്കെ നോക്കി വെച്ചൊക്കെ ചെയ്യണം. മറ്റേത് പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എനിക്കെപ്പോഴും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ലൈവ് ക്ലാസ് ആണ്. ആർക്കെങ്കിലും അത് വേണമെന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗമുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ഏതാണ്? പൈത്തൺ. അത് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് C++ ചെയ്തു, ജാവ ചെയ്തു, .NET ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് പൈത്തണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പൈത്തൺ നമുക്ക് ഏത് എഡിറ്ററാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഏത് പിന്നെ സോഫ്റ്റ്വെയർ ആണോ നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത്, ആ സോഫ്റ്റ്വെയർ ഇടുക. ഞാനിവിടെ ചെയ്തിരിക്കുന്ന പൈച്ചാമാണ് ചെയ്തിരിക്കുന്നത്. പൈച്ചാമിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ലാപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഉള്ളത് അത് ചെയ്യാം. അതല്ലാതെ ഇപ്പോൾ ഓൺലൈനിൽ എഡിറ്റർ തന്നെ ഉണ്ട്. അതിനകത്ത് നിന്നിട്ടും നമുക്ക് വേണമെങ്കിൽ ഇത് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് സിസ്റ്റത്തിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാം കൂടെ ലോഡ് കൂടി നിൽക്കുകയാണ്. അപ്പൊ ചെയ്യാൻ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ എഡിറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പൈത്തന്റെ ഇത് എഡിറ്റർ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ വേരിയബിൾസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ A=10, ഓക്കെ, B=20, ഓക്കെ, C=15. കണ്ടോ ഡിഫറൻസ് കണ്ടോ? എന്നാൽ ഇവിടെ ഡിക്ലറേഷൻ നമ്മൾ സെപ്പറേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഏത് വാല്യൂ ആണോ നമ്മൾ അസൈൻ ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഞാനിപ്പോൾ 10.0 10.15 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിട്ട് മാറും? അത് റിയൽ ആയിട്ട് മാറും. ഓക്കെ, അതായത് ഡെസിമൽ വാല്യൂ, ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ടൈപ്പ് ആയിട്ട് മാറും. നമ്മൾ കൊടുക്കുന്ന പോർട്സിനകത്ത് 3 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, അത് സ്ട്രിംഗ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. മനസ്സിലായി? അല്ലാതെ നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയണമെന്നില്ല. ഓക്കെ, അടുത്ത നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് എന്താണ് A > B ആൻഡ്, ഓക്കെ, നമ്മൾ മറ്റേ ഡബിൾ ആംബർസിന്റെ ഒക്കെ ഉണ്ടിരുന്നത് അതല്ല, ആൻഡും തന്നെ കൊടുക്കാം. ആൻഡ് A > C. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് വേണമെന്നില്ല, ഞാൻ ബ്രാക്കറ്റ് ഇട്ടത് കൊണ്ട് വേണമെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടാം. ഇവിടെ ആവശ്യമില്ല, എന്റെ ബ്രാക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, എന്നിട്ട് എൻഡിൽ നമ്മളൊരു കാര്യം കൊടുക്കണം, ഇവിടെ കോളൻ കൊടുക്കുക. ഓരോ ലൈൻ എൻഡിലും സെമിക്കോളൻ ഇവിടെ ഇല്ല. ആ സമയത്ത് കണ്ടീഷൻ വരുന്നിടത്ത്, ഓക്കെ, കണ്ടീഷൻ വരുന്നിടത്ത് ആ കണ്ടീഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതിന്റെ താഴെ, അതായത് കണ്ടിന്യൂഷൻ വരേണ്ടടുത്ത് മാത്രം എന്ത് ചെയ്യണം, കോളൻ കൊടുക്കണം. മറ്റേലാണെങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് കൊടുത്ത് ബ്ലോക്ക് ചെയ്യും അല്ലെ, മോർ ദാൻ 1 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, കോളൻ കഴിഞ്ഞ് പിന്നെ വരുന്ന എല്ലാം എന്തായിരിക്കും, ആ ഒരു ബ്ലോക്കിലുള്ളതായിരിക്കും. അതാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്താ പറയണം, പ്രിന്റ് കോഡ്സിനകത്ത് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം, ഇവിടെ ബ്രാക്കറ്റിനകത്ത് എന്താണ്, A, കോഡ്സിനകത്ത് ഈസ് ഗ്രേറ്റർ. ഓക്കെ, കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിക്കുക. വീണ്ടും പിന്നെ എൽസിഫ് പറയണം അല്ലെ, എൽസിഫിന് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും, എല്ലിഫ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, എല്ലിഫ്. ഓക്കെ, അതിനകത്ത് കണ്ടീഷൻ പറയാം, B > C ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. B > C ആണ് എന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെ വീണ്ടും കോളൻ കൊടുക്കണം. ഓരോ കണ്ടീഷന്റെ ഇത് സ്റ്റെപ്പ് വരുന്ന സമയത്തും അവിടെ എന്ത് കൊടുക്കണം, കോളൻ കൊടുക്കണം. ഇനിയും അടുത്തത് എന്ത് കൊടുക്കുക, പ്രിന്റ് B കോഡ്സിനകത്ത് ഈസ്
ഗ്രേറ്റർ എന്ന് കൊടുത്തു. അതിനുശേഷം വീണ്ടും അടുത്ത കണ്ടീഷൻ പറയുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് കൊടുക്കും? എൽസ്. ഓക്കെ, എൽസ് കോളൻ കൊടുക്കാം. ഓക്കെ, കോളൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ എന്താ പറയണ്ടേ? പ്രിന്റ് സി കോമ ഈസ് ഗ്രേറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഓരോ ലൈനിന്റെ എൻഡിൽ സെമിക്കോളൻ വേണ്ട, ഡിക്ലറേഷനിൽ ഇത് വേണ്ട. എന്താണ് വാല്യൂ അസൈൻ ചെയ്യുന്നിടത്ത് നമുക്കിവിടെ എന്ത് കൊടുക്കണ്ട? ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട. പിന്നെ കണ്ടീഷനിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങൾ മനസ്സിലായില്ല. ഇതാണ് ഡിഫറൻസ്. അപ്പൊ ഈ ചെറിയ ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ട, ഇവിടെ 20 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് താഴെ ഔട്ട്പുട്ട് വിൻഡോ ഉണ്ട്. അവിടെയാണ് ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ 150 ആക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ റൺ ചെയ്യാം നമുക്ക്. കണ്ടോ, 150 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കുറെ പേർക്കൊക്കെ അത് എന്തായാലും പ്രയോജനപ്പെടുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പം പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ ഞാനിതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. ഞാൻ പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൈം എന്നുള്ള ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.